ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പോഴും നമ്മൾ കണ്ണൂർ ജില്ലയിൽ തന്നെയാണുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അവസാനിപ്പിച്ചത് പയ്യന്നൂർ ബൈപ്പാസ് അവസാനിക്കുന്ന കോത്തായി മുക്ക് വരെയാണ് വീഡിയോ അവസാനിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കോത്തായി മുക്ക് മുതൽ കാലിക്കടവ് വരെയുള്ള വർക്കിൻ്റെ പുരോഗതിയുടെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇവിടെ മുതൽ കാലിക്കടവ് വരെ നല്ല അടിപൊളി മാറ്റമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ചില അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും പണി കഴിഞ്ഞ ഭാഗത്ത് വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കാണുക. നിങ്ങൾ വീഡിയോ ഫുൾ സ്ക്രീനായി തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ട് വാഹനങ്ങൾ ചീറിപ്പായുകയാണ്. അപ്പം ഈ കോത്തായിമുക്ക് മുതൽ കാലിക്കടവ് വരെ ഏകദേശം വർക്കുകൾ നല്ല വേഗത്തിൽ നടന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏകദേശം വർക്കുകൾ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ചില അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലതുവശത്താണ് ഈ ജനതാ പാലിൻ്റെ കമ്പനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഇവിടുന്നാണ് ജനതാ പാല് പാക്കിംഗ് ആക്കി നമ്മുടെ നാട്ടിലേക്കെല്ലാം എത്തുന്നത്. ഈ വെള്ളൂർ ഭാഗങ്ങളിൽ ഒരു അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു വശത്ത് ഏകദേശം വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറുവശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോഴും നടന്നു വരികയാണ്. കാണാം.
വെള്ളൂറിനും കരിവെള്ളൂറിനും ഇടയിലുള്ള ഈ മിനി ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഒരു വശത്ത് 3 വരി പാലം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു വശത്ത് സർവീസ് റോഡ് പാലവും റെഡി ആയിട്ടുണ്ട്. അപ്പം ഒരു വശത്ത് ഒരു സ്പാൻ്റെ കൂടി വർക്ക് നടക്കാൻ ബാക്കിയുണ്ട്, കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് വർക്ക് നടക്കാനുണ്ട് ഇടതുവശത്ത്. അപ്പം അതിൻ്റെ ഗർഡറുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ പാലത്തിൻ്റെ അകത്ത് കുറേയായി വർക്ക് നടക്കുന്നത്. പക്ഷെ കുറച്ച് സ്ലോ ആയിട്ടാണ് ആ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു വർഷത്തെ സർവീസ് റോഡ് പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് റെഡിയാവുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടുത്ത് ആ പാലത്തിലൂടെ ആയിരിക്കും വാഹനങ്ങൾ കടത്തിവിടുക. ഈ ഭാഗത്തൊക്കെ നിലവിൽ വേഗത്തിലാണ് പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ കുറച്ച് ലാഗായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് വർക്കുകൾ സ്പീഡാക്കിയിട്ടുണ്ട്. കരിവെള്ളൂർ ഭാഗത്ത് അണ്ടർപാസിന് മുകളിലുള്ള റോഡുകളൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ അതുവഴിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്.
എൻ്റെ വലതുവശം ഇരിക്കുന്ന ഹോൾ ഉണ്ടല്ലോ, എവിടെയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ബോർഡർ വരുന്നത്. ഇവിടത്തേക്ക് കണ്ണൂർ ജില്ല അവസാനിക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാസർഗോഡ് ജില്ലയുടെ സ്റ്റാർട്ടിംഗ് ആണ് ഇവിടുന്ന് തുടങ്ങുന്നത്. ഗൂഗിൾ മാപ്പ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാലിക്കടവ് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡ് ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നു വരികയാണ്. നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടി മണ്ണ് ഫില്ല് ചെയ്യുന്നതുമായ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്. പിന്നീട് ഇവിടെ ഒരു MNP ഉണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്. അപ്പം അതിൻ്റെ പ്രവൃത്തികളും നടക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വശത്ത് ബ്രിഡ്ജ് റെഡി ആയിട്ടുണ്ട്. അപ്പം റീറ്റൻ വാളിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നു വരികയാണ് ആ ഭാഗത്ത്. അപ്പം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വർക്കുകൾ നടക്കേണ്ടത്. അപ്പം അതേപോലെ തന്നെ ഈ കാലിക്കടവ് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെയും വർക്കുകൾ നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരു വശത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും മറുവശത്തും മണ്ണിട്ട് ഉയർത്തുന്നതുമായ വർക്കുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം കാലിക്കടവ് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോയെങ്കിൽ അവിടെ അണ്ടർപാസ് ഉണ്ടോ, അല്ല അണ്ടർപാസിന് ചാൻസ് ഇല്ല, പക്ഷേ ഓവർപാസിന് ചാൻസ് ഉണ്ട് അവിടെ. പക്ഷെ അവിടെ ഓവർപാസ് ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഓവർപാസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അംഗനവാടിയൊക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. ഈ ഭാഗത്താണ് അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടത്. പിന്നെ എവിടെയാണ് ഒരു ഓവർപാസിന് സാധ്യതയുണ്ട്, പക്ഷേ ഓവർപാസ് നിർമ്മിക്കുന്നോ എന്നറിയില്ല. ഇവിടുത്തെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഓവർപാസ് ഉണ്ടോ എന്ന്. ചാൻസ് ഉണ്ട് ഇവിടെ ലഭിക്കാൻ, പക്ഷേ ഇവിടെ ഉണ്ടോ എന്നറിയില്ല, പാസ്സായിനോ എന്നറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക. ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ടേക്ക് കെയർ, ബൈ ബൈ.